आज की हिंदी कक्षा में सभी को स्वागत है। इന്നത്തെ हिंदी ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ओम प्रकाश वात्मीकि हिंदी दलित साहित्य के जाने माने साहित्यकार है. दलित साहित्य के विकास में ओम प्रकाश वात्मीकि की महत्वपूर्ण भूमिका है. उन्होंने अपने लेखन में जातीय अपमान और उत्पीड़न का जीवंत वर्णन किया है और भारतीय समाज के कई अनछुए पहलुओं को पढ़ाओं के समक्ष प्रस्तुत किया है. उन्होंने अपनी आत्मकथा झूठन के कारण उनको हिंदी साहित्य में पहचान और प्रतिष्ठा मिली है. उनकी कुछ रचनाएं हैं. सदियों का संदा बस बहुत हो चुका, अब और नहीं, शब्द झूठ नहीं बोलते आदि. और उनके कुछ नाटक का नाम है दो चेहरे, उसे वीर चक्र मिला था. और उनके कुछ कहानी संग्रह है अम्मा एंड अदर स्टोरीज आदि. शवयात्रा उनकी एक दलित रचना है. दलित का मतलब निम्न जाति के वर्ग. इसमें इस कहानी में चमार, जाटवा, बलहार जैसे निम्न जाति के बारे में चर्चा किया गया है. बलहार जो है सबसे निम्न जाति है और चमार जो है थोड़ा ऊंचा जाति है. इस कहानी के मुख्य पात्र है सूरजा जो बलहार जाति के हैं. इस कहानी निम्न जाति के संबंध में है. चलते हैं हम कहानी की ओर. शवयात्रा. शवयात्रा. चमारों के गांव में बलहारों का एक परिवार था जो जोहड़ के पार रहता था. ഈ കഹാനിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറച്ച് ജാതി പേരുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ചമാർ, ബൽഹാർ, ജാട്ടവ. ഈ ശവയാത്ര എന്ന് പറയുന്ന ഈ കഹാനി തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ചമാരോ കെ ഗാവ് മേ ബൽഹാരോं का एक परिवार था. ചമാരോ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി ആ ജോലി ചെയ്യുന്ന താഴ്ന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആ ഗണത്തിൽപ്പെട്ടവരെയാണ് ചമാർ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് ചമാർ. അവരുടെ ഗ്രാമത്തിൽ ബൽഹാരോं का एक परिवार था. ബൽഹാർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയാണ്, ചമാറിനേക്കാളും താഴ്ന്ന ജാതിയാണ്. അപ്പോൾ ബൽഹാർ എന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ജാതിയാണ്. അവരുടെ ഒരു കുടുംബം ആ ഗ്രാമത്തിൽ, ഈ ചെരുപ്പ് കുത്തികളുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ജോഹഡ് കെ പാർ രഹ്താ ഥാ. ജോഹഡ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിന് അപ്പുറത്തായിട്ടാണ് ഈ ബൽഹാരോ എന്ന് പറയുന്ന കുടുംബം, ആ ജാതിയിൽപ്പെട്ട കുടുംബം താമസിക്കുന്നത്, ജീവിക്കുന്നത്. ചമാരോ ഓർ ബൽഹാരോ കെ ബീച്ച് ഏക് സീമാ രേഖ കി തരഹ താ ജോഹഡ്. ഈ ചമാരോ എന്ന് പറയുന്ന ജാതിയുടെയും അതുപോലെ ഈ ബൽഹാരോ എന്ന് പറയുന്ന ജാതിയുടെയും ഇടയിലായിട്ട് ഒരു അതിർത്തി രേഖയായിട്ടാണ്, സീമാരേഖ, ഒരു അതിർത്തി രേഖയായിട്ടാണ് ഈ ജോഹഡ് നിലനിൽക്കുന്നത്, ഈ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ബൽഹാര കുടുംബം. അതിൻ്റെ ഇപ്പുറത്താണ് ചമാരോ. അതിൻ്റെ രണ്ട് ജാതിയുടെ അതിർത്തി രേഖയായിട്ടാണ് ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം നിലനിൽക്കുന്നത്. बरसात के दिनों में जब जोहड़ पानी से भर जाता था तब बल्हारों का संपर्क गांव से एकदम कट जाता था.
ബർസാത്ത് മഴക്കാലമാകുമ്പോൾ ആ ദിവസങ്ങളിൽ ഈ ജോഹഡ് വളരെ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കും അവിടെ. ആ സമയത്ത് തബ് ബൽഹാറോ ക സമ്പർക്ക്, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ബൽഹാറ കുടുംബം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്രാമത്തിൽ നിന്ന് വളരെ ഇല്ലാതാകും. ഏകദം കട്ട് ജാതാത്ത, അതായത് വെള്ളം കൂടി വരുന്ന സമയത്ത്, മഴക്കാലത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രാമവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാവും. ഒരു ബന്ധവും ഉണ്ടാവില്ല. കാരണം ഇപ്പുറത്താണ് നമ്മുടെ ഈ ജലം കെട്ടി നിൽക്കുന്ന അതിനപ്പുറത്തായിട്ടാണ്, ഈ ജോഹഡിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ ബൽഹാറോ കുടുംബം കഴിയുന്നത്. അപ്പോൾ അവിടെ വെള്ളം വരികയാണെങ്കിൽ ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ജലം കെട്ടി നിൽക്കുന്ന ജോഹഡിന് അപ്പുറത്തായിട്ട് അപ്പുറവുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാകും. बाकी समय में पानी कम हो जाने से किसी तरह वे पार करके गांव पहुंचते थे. ബാക്കി സമയത്ത്, അതായത് വെള്ളം കുറയുന്ന സമയത്ത് അവരെങ്ങനെങ്കിലുമൊക്കെ ഈ ജോഹഡ് മറികടന്നിട്ട് ഗ്രാമത്തിലേക്ക് എത്തുമായിരുന്നു. यानी बल्हारों के गांव तक जाने का कोई रास्ता नहीं था. അതായത് ബൽഹാര എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുക അതിനൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളം കെട്ടി നിന്നാൽ ഒരു മാർഗവുമില്ല ഈ ഗ്രാമത്തിലേക്ക് വരാൻ. रास्ता बनाने की ज़रूरत कभी किसी ने महसूस ही नहीं की थी. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനുള്ള ഒരു വഴി, അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ആരും സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർക്കും തോന്നുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. महसूस തോന്നുക, ज़रूरत ആവശ്യം. जब किसी चमार को उनकी ज़रूरत पड़ती तो जोहड़ के किनारे खड़े होकर आवाज़ लगा देता. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ചമാർ ജാതിയിൽപ്പെട്ടവർക്ക് അവരെ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബൽഹാറോ എന്ന് പറയുന്ന ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ജോഹഡിൻ്റെ കരയിൽ നിന്നുകൊണ്ട്, കിനാരെ കടേ ഹോക്കർ, അതിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കും. അതായത് ചമാർ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ടവർ പല ആവശ്യങ്ങൾക്കും ബൽഹാറോ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയാണ് വിളിക്കുന്നത്. जोहड़ इतना बड़ा भी नहीं था कि बल्हारों तक आवाज़ ही ना पहुँचे. ഈ വെള്ളം കെട്ടി നിൽക്കുന്ന, അതായത് ജോഹഡ് അത്ര വലുതൊന്നായിരുന്നില്ല. ബൽഹാറോ അവരുടെ അടുത്തേക്ക് ശബ്ദം എത്തുമായിരുന്നു. ഉറക്കെ വിളിച്ചാൽ അവർ കേൾക്കും. ഇങ്ങേ സൈഡിൽ നിന്ന് വിളിച്ചാൽ അങ്ങേ സൈഡ് കേൾക്കുമായിരുന്നു. അത്രയ്ക്കും വലുതൊന്നായിരുന്നില്ല ജോഹഡ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. ആവാസ് സുൻകർ വേ ബാഹർ ആ ജാത്തെ थे. നമ്മുടെ ചമാർ പെട്ട ആൾക്കാർ വിളിക്കുമ്പോൾ ബൽഹാറോ ജാതിയിൽപ്പെട്ടവർ വിളി കേൾക്കുകയും അവർ പുറത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. പരിവാർ മേ സിർഫ് 2 ജൻ ഹി രഹ ഗയേ थे. ബൽഹാറോ ബൽഹാറോ എന്ന് പറയുന്ന കുടുംബത്തിൽ, ആ ജാതിയിൽപ്പെട്ട ആ കുടുംബത്തിൽ ഒരു ഫാമിലിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബൽഹാറോ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുടുംബത്തെ പറ്റിയാണ് ഈ കഥ വിവരിക്കുന്നത്. ഉസ് പരിവാർ മേ 2 ജൻ ഹി രഹ ഗയേ थे. ആകെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ.
सूरजा। इस कहानी के मुख्य पात्र है सूरजा। वो बल्हारो जाति के हैं. ആകെ 2 പേരുണ്ടായിരുന്നല്ലോ, അതിലൊരാളാണ് സൂരജ. ജിസ്കി ഉമ്ര ढल चुकी थी. വളരെ പ്രായമായ ഒരു വ്യക്തിയാണ് സൂരജ. और उसकी बेटी संदो जो शादी के तीसरे साल में ही विधवा होकर मायके लौट आई थी. അതുപോലെ തന്നെ സൂരജയുടെ മകൾ संदो, सूरजा की बेटी है संदो, जो शादी के तीसरे साल में ही विधवा होकर मायके लौट आई थी. ഈ സന്തോയുടെ വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ വർഷം തന്നെ വിധവ ആകേണ്ടി വന്നു അവൾക്ക്. അതിനുശേഷം അവൾ സ്വന്തം മായക്കെ ലൗട്ടായിത്തി. മായക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീടാണ്, അമ്മ വീട്. ലൗട്ടായിത്തി, അവൾ തിരിച്ചു വന്നു. सूरजा की घरवाली को मरे भी 3 साल हो गए थे. അതുപോലെ തന്നെ നമ്മുടെ സൂരജയുടെ വീട്ടുകാരി അല്ലെങ്കിൽ വൈഫ്, ഗർവാലി എന്ന് പറഞ്ഞാൽ വീട്ടുകാരി, മരിച്ചിട്ട് 3 വർഷം ആയി. 3 साल हो गए थे मरकर. सूरजा की घरवाली यानी संदो की माँ. घर बाहर की तमाम जिम्मेदारियां संदो ने संभाल रखी थी. വീടിനകത്തെയും അതുപോലെ പുറത്തെയും ഒക്കെ മുഴുവൻ തമാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ജിമ്മേദാരിയാണ്, ഉത്തരവാദിത്തങ്ങൾ. വീടിനകത്തെ ഉത്തരവാദിത്തവും പുറത്തെ ഉത്തരവാദിത്തവും സന്തോനെ സമ്പാദിക്കെത്തി. എല്ലാം നോക്കി നടത്തിയിരുന്നത് നമ്മുടെ സന്തോ ആണ്. സൂരജ വൈസെ ബി കാഫി കംസോർ ഹോ ചലാത്ത. നമ്മുടെ സൂരജയാകട്ടെ വളരെ ബലഹീനനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കംസോർ, ബലഹീനൻ, വീക്ക്, വെരി വീക്കാണ്. കാരണം പ്രായമായ വ്യക്തിയാണ് സൂരജ. ഉസെ സൂചിത ബി കംത. ചിന്തിക്കാനുള്ള കഴിവ് പോലും പ്രായം കാരണം ഇല്ല. സൂചന, തോന്നുക അല്ലെങ്കിൽ ചിന്തിക്കുക. പ്രായമായതിൻ്റെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് വീക്കാണ് അദ്ദേഹം. അതുപോലെ ചിന്തിക്കാനോ ഉള്ള കഴിവൊന്നും ഇല്ല. ലേക്കിൻ ഫിർ ബി ഗാവ് കെ ചോട്ടെ മോട്ടെ കാം വ കർ ഹി ദേത്താ താ. പക്ഷേ എന്തൊക്കെയായാലും പ്രായം അദ്ദേഹത്തെ തളർത്തുന്നുണ്ടെങ്കിലും ഗ്രാമത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചോട്ടെ മോട്ടെ ജോലികൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. सूरजा का एक बेटा भी था जो 10-12 साल की उम्र में ही घर छोड़कर भाग गया था. സൂരജയ്ക്ക് ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. സ്വന്തം അല്ലാതെ ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. जो 10-12 साल की उम्र में ही घर छोड़कर भाग गया था. 10-12 വയസ്സായ സമയത്ത്, പ്രായമായ സമയത്ത് വീട് വിട്ട് ഓടിപ്പോയതാണ് അവൻ. ഉമ്ര എന്ന് പറഞ്ഞാൽ ഏജാണ്. ഭാഗ് ജാന, ഓടിപ്പോവുക. കുച്ച് സാൽ ഇധർ ഉധർ ഭടക്കനെ കെ ബാദ് ഉസേ റെയിൽവേ മേ നൗക്കറി ലഗ് ഗയി തി. കുറച്ച് വർഷം അദ്ദേഹം, നമ്മുടെ സൂരജയുടെ മകൻ, അവിടെ ഇവിടെയും കറങ്ങി നടന്നതിന് ശേഷം, ചുറ്റി നടന്നതിന് ശേഷം അവന് റെയിൽവേയിൽ ജോലി കിട്ടി. रेलवे में नौकरी लग गई थी. इस नौकरी ने ही उसे पढ़ने लिखने की ओर आकर्षित किया था. ആ റെയിൽവേയിലുള്ള ജോലി കാരണമാണ് അവന് പഠിക്കാൻ സാധിച്ചത്. പഠനെ ലിഖനെ കി ഓർ ആകർഷിത് കിയാ താ. പഠിക്കാൻ അവനെ വല്ലാതെ ആകർഷിച്ചു ജോലി കാരണം. इसी तरह उसने हाई स्कूल करके तकनीकी प्रशिक्षण लिया. അങ്ങനെ അവൻ ഹൈസ്കൂൾ, ഹയർ സ്റ്റഡി ചെയ്തു. അതിനുശേഷം തക്നിക്കി പ്രശിക്ഷൺ, ടെക്നിക്കൽ ട്രെയിനിങ് ചെയ്തു. തക്നിക്കി പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ട്രെയിനിങ് ആണ്. ഓർ റെയിൽവേ മേ ഹി ഫിറ്റർ ഹോ ഗയാ താ. അങ്ങനെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിറ്ററായി മാറി. ഫിറ്റർ. നാം ത കല്ലു ജോ അബ് കള്ളൻ ഹോ ഗയാ താ. അവൻ്റെ പേരാണ് കല്ലു. ഇപ്പോൾ അദ്ദേഹം കള്ളൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. കല്ലു എന്ന പേര് പകരം കള്ളൻ എന്നാണ് വിളിക്കുന്നത്. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को आज की कक्षा समझ आया है. कहानी का नाम है शव यात्रा. इसमें दलितों की चर्चा करता है. चमारों के गांव में
बलहारों के एक परिवार था। दोनों यानी गांव के बीच एक जोहड़ था, सीमा रेखा की तरह। जब जोहड़ में पानी भर जाता थी तो विचार विनिमय करने का यानी संपर्क करने का एकदम कट जाता था। बलहारों का संपर्क गांव से एकदम कट जाता था। जब पानी कम हो जाते थे तब वो किसी भी तरह पार करके गांव यानी चमारों के गांव में बलहारों पहुंचते थे। उस परिवार में यानी बलहारों के उस परिवार में 2 ही जन ही रह गए थे। उसका नाम है सूरजा, जो उम्र ढल चुकी थी। उनकी बेटी सांदो, जो शादी के 3रे साल में ही वो विधवा होकर मायके लौट आई थी। सूरजा की घरवाली यानी उसकी पत्नी मरकर 3 साल हो गए थे। पूरी जिम्मेदारियां संदो ने संभाल रखी थी। सूरजा बहुत कमज़ोर है, फिर भी छोटे मोटे काम वो गांव में करते थे। सूरजा का एक बेटा भी था जो 10-12 साल की उम्र में ही घर छोड़कर भाग गया था और उसे रेलवे में नौकरी प्राप्त हुए। वो फिटर बन गया था। उसका नाम था कल्लू, जो अब कल्लन हो गया था। आज की कक्षा समाप्त हो गया। धन्यवाद।